ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് മൂന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. മൂന്നിടത്ത് നിന്ന് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം ബിജെപിയുടെ മുന്നേറ്റം തന്നെയാണ്. ബിജെപി ത്രിപുരയിൽ മുന്നേറുന്നു എന്ന വിവരം ഇപ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കാറുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ബിജെപിയുടെ മുന്നേറ്റം അല്ലെങ്കിൽ അവർക്ക് മുമ്പ് ഇടമില്ലാതിരുന്ന ത്രിപുരയിലടക്കം ബിജെപിയുടെ മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അവർ അവകാശപ്പെട്ടിരുന്ന തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കാക്കാൻ അവിടെ CPM-ന് സാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത കൂടെ മുന്നിലുണ്ട്. ബിജെപി 23 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമുള്ളപ്പോൾ CPM 30 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ത്രിപുരയിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകും, ബിജെപിക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടാവുക എന്നതായിരുന്നു സർവേ ഫലങ്ങൾ പ്രവചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് മുന്നിൽ ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ബിജെപി 23 സീറ്റുകളിലും CPM 30 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുകയാണ്. ബിജെപിയുടെ മുന്നേറ്റം എന്നതൊരു വസ്തുതയാണ് എന്ന് പറയുമ്പോൾ തന്നെയും, അത് വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് ആ മേഖലയിൽ എന്ന് പറയുമ്പോൾ തന്നെയും CPM-ന് 25 വർഷമായിട്ട് ഭരിക്കുന്ന CPM-ന് അത് തടയാനായിട്ടുമുണ്ട് എന്നതും അതേ പ്രാധാന്യത്തിലുള്ള വസ്തുതയാണ്. മേഘാലയയിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു എന്നതും ബിജെപിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മേഘാലയയിൽ കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മേഘാലയയിൽ 9 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഇടത്ത് കോൺഗ്രസ് 16 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 4 മാത്രമാണ് BJP മുന്നിട്ട് നിൽക്കുന്നത് എന്ന കണക്കാണ് മേഘാലയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. NPP നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി ഇപ്പോൾ 8 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 16 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP 4 മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് മേഘാലയയിലെ നില. നാഗാലാൻഡിലും BJPക്ക് ഒരല്പം പിന്നോട്ട് പോകേണ്ടി വന്ന സാഹചര്യമുണ്ട് എന്ന് വേണം ഇപ്പോൾ കാണാൻ. അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള NDPP-യും അവരും ചേർന്ന് ആ മുന്നണി 23 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ ആദ്യ സഖ്യകക്ഷിയായിരുന്ന, കഴിഞ്ഞ തവണ വരെ അവരുടെ സഖ്യകക്ഷിയായിരുന്ന നാഗാ പീപ്പിൾസ് ഫ്രണ്ട്, അവർ 28 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് നാഗാ പീപ്പിൾസ് ഫ്രണ്ടാണ് എന്ന നിലയാണ് ഇപ്പോഴത്തെ നാഗാലാൻഡിൽ നിന്നുള്ള കാഴ്ച. NDPP BJP സഖ്യം 23 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ നിമിഷങ്ങളിൽ രാജ്യം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ത്രിപുരയിലെ തന്നെയാണ്. CPIM സഖ്യം 30 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. BJP 23 സീറ്റുകളിൽ ലീഡ് അവർക്കുണ്ട്. ആകെ 59 സീറ്റുകളിലെ വിവരമാണ് വരേണ്ടത്. 53 വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 30 CPIM സഖ്യം, BJP 23 എന്നതാണ് ഇപ്പോഴത്തെ നില. ശ്രീലാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരും. മറ്റുള്ളവർ വിവിധയിടങ്ങളിൽ അതിഥികളായി നമ്മോടൊപ്പമുണ്ട്. ശ്രീലാൽ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെ വിലയിരുത്താവുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്? ഒരു പ്രാഥമികമായ നോട്ടത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും അവർ വിചാരിച്ചതുപോലുള്ളൊരു മുന്നേറ്റം മേഘാലയയിലും നാഗാലാൻഡിലും ഉണ്ടാക്കാനായിട്ടുമില്ല. തീർച്ചയായും സനീഷ്, ആദ്യം ത്രിപുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം അനുസരിച്ചാണ് എങ്കിൽ 59 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 58 സീറ്റുകളിലെയും ആദ്യ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആദ്യ ഫല സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ 31 സ്ഥലത്ത് ഇടതു സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇടതു സഖ്യം. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു സഖ്യത്തിന് ത്രിപുരയിൽ അധികാരം നിലനിർത്താനാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 31 സീറ്റുകളിലേക്ക്, 31 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്, ആ 31 സീറ്റിലേക്ക് ഇടതു പാർട്ടികൾ എത്തിയിരിക്കുന്നു. 26 സീറ്റിൽ തൊട്ട് പിന്നാലെ തന്നെ BJP ഉണ്ട്. ഏതാണ്ട് ഒരു ഫോട്ടോ ഫിനിഷിലേക്കോ ഒരു 2020 മത്സരത്തിന്റെ വേഗത്തിലേക്കോ ആണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നിരുന്നത്, അതും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരു സീറ്റ് ഉണ്ട് എന്നുള്ള കണക്കാണ് ഇപ്പോൾ ത്രിപുരയിൽ നിന്ന് ലഭിക്കുന്നത്. മേഘാലയയിൽ സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ രാജേഷ്, എങ്ങനെ വിലയിരുത്താവുന്ന വിധിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ത്രിപുരയിൽ നിന്ന്? പ്രധാനമായിട്ടും ത്രിപുരയിൽ ഇപ്പോ അന്തിമ ഫലം ഇതുവരെ വന്നിട്ടില്ല. സൂചനകൾ വളരെ കടുത്ത ഒരു മത്സരമാണ് നടക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള കണക്ക്, നമ്മുടെ മുന്നിലുള്ള നമ്പർ ഇങ്ങനെയാണ്. BJP സഖ്യം 22 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. CPIM സഖ്യം 31 ലീഡ് ചെയ്യുകയാണ്. 22-31 എന്നതാണ് ത്രിപുരയിലെ ഇപ്പോഴത്തെ നില. 22 BJP സഖ്യവും CPIM സഖ്യം 31 ഇടതുമുന്നണി 31 ലീഡ് ചെയ്യുന്നു എന്നതാണ് ലീഡ് നില അനുസരിച്ച്. ഇടതുപക്ഷ മുന്നണി 31 സീറ്റ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. പ്രത്യേകിച്ചും ത്രിപുരയിൽ BJP കേന്ദ്ര നേതൃത്വവും കേന്ദ്ര ഭരണകൂടവും നടത്തിയ ഒരു ഇടപെടലും ഒരു ഇൻവെസ്റ്റ്മെന്റും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ BJPയെ അല്ല ത്രിപുരയിലെ നേരിട്ടത്, ഇന്ത്യയിലെ BJPയെ ഒന്നാകെയും RSSനെയും BJPയെയും കേന്ദ്ര ഭരണകൂടത്തെയും ഒരുമിച്ചാണ് കൊച്ചു ത്രിപുരയിലെ മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും CPIM-ഉം നേരിട്ടിട്ടുള്ളത്.
കഴിഞ്ഞ 2 വർഷമായി 10,000-ഓളം RSS പ്രചാരകർ ത്രിപുര പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ ഗ്രാമങ്ങളിലും പ്രത്യേകം നിയോഗിക്കപ്പെട്ട 10,000 പ്രചാരകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 52 BJP MP-മാരെയാണ് ഈ ത്രിപുരയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായിട്ട് BJP നേതൃത്വം നിയോഗിച്ചത്. അമിത്ഷാ നേരിട്ട് ആണ് അവരെ കേന്ദ്രീകരിച്ചത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെയും എല്ലാ കേന്ദ്ര ഏജൻസികളെയും നഗ്നമായിട്ട് ദുർവിനിയോഗം ചെയ്തു ത്രിപുര പിടിക്കുന്നതിന് വേണ്ടി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ത്രിപുരയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് യോഗത്തിന് BJP RSS നേതാക്കൾ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കേന്ദ്ര സുരക്ഷാ ഉപദേഷ്ടാവ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പങ്കെടുത്തത് തന്നെ വിവാദമായിരുന്നു. IB RAW തുടങ്ങിയിട്ടുള്ള സകല കേന്ദ്ര ഏജൻസികളെയും അവിടെ ദുരുപയോഗപ്പെടുത്തുകയുണ്ടായി. ആയിരക്കണക്കിന് കോടി രൂപ പമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ത്രിപുര പോലൊരു കൊച്ചു സംസ്ഥാനത്തെ പണത്തിൽ മുക്കുന്ന നിലയാണ് ഉണ്ടായത്. BJP നേതൃത്വം അങ്ങനെ പണം അവിടേക്ക് ഒഴുക്കുകയുണ്ടായി. അതിനെയെല്ലാം അവിടുത്തെ സംഘടനാ സംവിധാനവും ജനങ്ങളുടെ പിന്തുണയും മാത്രം വെച്ചുകൊണ്ടാണ് CPIM നേരിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വെല്ലുവിളിയുടെ വ്യാപ്തിയും ആഴവും കണക്കിലെടുക്കുമ്പോൾ ഇത് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം. CPM-ന് ഞാൻ തിരിച്ചു വരാം. CMB രാജേഷ്, അല്പസമയം കൂടെ താങ്കളെ ഞാൻ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി OM ശാലീന, CPM-ന് അഭിമാനകരമായിട്ടുള്ള വിജയം എന്ന് പറയാവുന്ന നില തന്നെ ഇപ്പോഴുമുണ്ട് ത്രിപുരയിൽ. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഇടതുമുന്നണി തന്നെ അവിടെ ഭരണമുണ്ടാക്കും, സർക്കാർ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് പറയാവുന്ന നില ഇപ്പോഴുണ്ട്. അതായത് CPIM സഖ്യം 33 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. BJP 21 മാത്രമാണ്. ശ്രീ MP രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവർക്കുണ്ടായിരുന്നെങ്കിൽ തന്നെയും BJPക്ക് വലിയ തോതിൽ അവരെ അടിച്ച് താഴെയിടാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അവരുടെ ആ അവകാശവാദം അഭിമാനകരമായിട്ടുള്ള കാര്യമാണെന്ന അവകാശവാദം അംഗീകരിച്ചു കൊടുക്കേണ്ടതല്ലേ? 25 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയെയാണ് ഭാരതീയ ജനതാ പാർട്ടി ത്രിപുരയിൽ നേരിട്ടത്. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ 4 വർഷത്തെ ഞങ്ങളുടെ ഭരണം കൊണ്ട് ഇത്രയും വലിയ ഒരു പണത്തിന്റെ ഒഴുക്കൊക്കെ ത്രിപുരയിലേക്ക് നടത്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നതിൽ ഒരു വാസ്തവവുമില്ല. 10,000 ആളുകളെ സംഘത്തിന്റെ ആളുകളെ അവിടെ വിന്യസിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു തിരഞ്ഞെടുപ്പിനെ വളരെ കാര്യക്ഷമമായി നേരിട്ടു. ആ കാര്യക്ഷമമായി നേരിട്ടതിന് ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കി. ആ പദ്ധതികൾ തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായി എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു മേഖലയാണ് വടക്കു കിഴക്കൻ മേഖല. ആ മേഖലയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പദ്ധതികൾ എത്തിക്കാനും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ഒക്കെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ 3 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ത്രിപുരയിലും ഇടതു സർക്കാരിനെ നേരിടാനുള്ള ശ്രമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ ശ്രമങ്ങളാണ് ഇന്ന് വിജയം കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 49 സീറ്റ് കിട്ടിയിട്ടുള്ള CPM ആണ് ഇപ്പോൾ 31 സീറ്റ് കടന്നപ്പോഴേക്കും അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. 49 സീറ്റ് ലഭിച്ച CPM-ന് ഇപ്പം 31 സീറ്റ് കാണുമ്പോഴേക്കും നിശ്വാസം വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് ത്രിപുരയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. അതും അനുവദിച്ചു കൊടുക്കേണ്ടതല്ലേ ശ്രീ MP രാജേഷ്? അവിടെ ഈ പറയുന്ന എതിരാളികളില്ലാതെ ഭരിച്ചു പോവുകയായിരുന്നു CPM. അവിടെ വികസനം എന്നത് എത്തിയിട്ടില്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രചാരണങ്ങളിൽ ഒന്ന്. വികസനം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങളിതാ ഇങ്ങനെ വികസനമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് BJP അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ കാര്യങ്ങളുമായിട്ട് പരിചയമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള ഈ മുന്നേറ്റം തന്നെയും വിജയസമാനമാണ് ത്രിപുര പോലൊരിടത്ത് എന്ന അവകാശം വാദം മുന്നോട്ട് വെക്കുകയില്ലേ BJP? കുറുക്കന്റെ ന്യായം BJPക്ക് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഉന്നയിക്കാവുന്നതാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന ന്യായം തീർച്ചയായിട്ടും ഇതുപോലൊരു സന്ദർഭത്തിൽ അതല്ലാതെ മറ്റ് ന്യായങ്ങളൊന്നും ആശ്രയിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ന്യായം ഉന്നയിക്കുന്നതിനുള്ള നിസ്സഹായാവസ്ഥയിൽ ഉന്നയിക്കുന്ന BJP നേതാവിനെ കുറ്റപ്പെടുത്തുകയുമില്ല. ഒരു കാര്യം, ഇപ്പോ 25 കൊല്ലം ഭരിച്ച ഒരു ഗവൺമെന്റ് എന്നിവർ പറയുന്നുണ്ടല്ലോ. 25 കൊല്ലം ഭരിച്ചിട്ടും നിങ്ങൾ ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ മുഴുവൻ ഒരു ഉളുപ്പുമില്ലാതെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി വിനിയോഗിച്ചിട്ടും അത് വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ ജനം ആരുടെ കൂടെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെറും 3 കൊല്ലമേ ആയിട്ടുള്ളൂ, 4 കൊല്ലമേ ആയിട്ടുള്ളൂ രാജമാത വസുന്ധര രാജ സിന്ധ്യ
BJP നേതാവ് ഭരിക്കുന്ന രാജസ്ഥാനിൽ തോറ്റ അമ്പിയില്ലേ BJP ഇപ്പൊ 2 തെരഞ്ഞെടുപ്പ് നടന്നപ്പോ? കഴിഞ്ഞ തവണ കിട്ടിയ 4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ മറികടന്ന് 4 ലക്ഷത്തിനും കണ്ടാണല്ലോ ഇപ്പൊ തോറ്റത്. അപ്പോ വെറും 4 കൊല്ലം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളത് എങ്കിൽ 25 കൊല്ലമായിട്ടും ജനം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങളുടെ ഈ പ്രലോഭനങ്ങളെയും അധികാര മുഷ്കിനെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് എന്നതിൽ നിന്ന് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇത് തെളിയിക്കുന്നുണ്ട്. ആർക്കാണ് BJPയെ ചെറുക്കാൻ കഴിയുക? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൊച്ചു സംസ്ഥാനങ്ങളിലെ മുഴുവൻ ഗവൺമെന്റുകളെയും കാലുമാറ്റം സംഘടിപ്പിച്ചും പണമൊഴുക്കിയും അധികാരം പ്രയോഗിച്ചും രഹസ്യാന്വേഷണം ഉപയോഗിച്ചും അട്ടിമറിക്കുക എന്നതിൽ BJP വിജയം. അരുണാചൽ പ്രദേശിന്റെ അതാണ് ഞാൻ തിരിച്ചു പറയാം. ശ്രീ MP രാജേഷ് താങ്കളിലേക്ക്. ശ്രീമതി OM ശാലീന, ഈ പറയുന്നത് പോലെ കഴിഞ്ഞ മോദി സർക്കാരിന്റെ മാജിക് അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ വ്യക്തിപ്രഭാവത്തിൽ അല്ലെങ്കിൽ മോദിയുടെ വ്യക്തിപ്രഭാവത്തിലും മോദി സർക്കാരിന്റെ വികസന പ്രഭാവത്തിലും വലിയ തോതിൽ രാജ്യം മുഴുവൻ BJPക്കൊപ്പം നിൽക്കും എന്ന അവകാശവാദവും ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നത് മുന്നേറ്റമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ത്രിപുരയിൽ വിചാരിച്ചിരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മേഘാലയയിലും നാഗാലാൻഡിലും ഒക്കെ അതാണെന്നില്ല. നേരത്തെ ഗുജറാത്തിലാണെങ്കിൽ തന്നെയും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആകെപ്പാടെ കടന്നുകൂടുകയായിരുന്നു. എങ്ങനെയോ കടന്നുകൂടിയെന്ന മട്ടിൽ കടന്നുകൂടുകയായിരുന്നു BJP. ഈ പറയുന്ന വലിയ വികസനാവകാശവാദങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മികവ് സംബന്ധിച്ചുള്ള കണക്ക് വെക്കലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തെ ജനങ്ങളാകെ തന്നെയും എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്കൊപ്പം ചേരാൻ പൂർണ്ണമായിട്ടുള്ള സജ്ജരായിട്ടില്ല അല്ലെങ്കിൽ മടി കാണിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവായിട്ട് ത്രിപുര കൂടെ കാണേണ്ടതില്ല. ത്രിപുര മാത്രമല്ല, ഈ 3 സർക്കാരുകളുടെയും കാര്യങ്ങളെ 3 സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങളെ കാണേണ്ടതില്ല. MP രാജേഷ് ആ കാര്യങ്ങളിലെ പറയുന്നത് ത്രിപുര പോലൊരിടത്ത് 25 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരമാണ് വരേണ്ടത്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ വീണ്ടും ഇപ്പറയുന്ന എല്ലാ വെല്ലുവിളികൾക്ക് മുന്നിലും അവർ വീണ്ടും ഭരണമുണ്ടാക്കാൻ പോവുകയും ചെയ്യുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ അല്ലെങ്കിൽ RSSന്റെ ആശയവും CPMന്റെ ആശയവും ജനനം എടുത്തതിൽ കേവലം 5 വർഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഭാരതം ഭരിക്കുന്നതും 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് CPM കേവലം 2 സംസ്ഥാനങ്ങളിൽ, അതുപോലെ കേരളവും ത്രിപുരയും പോലെയുള്ള ചെറിയ 2 സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളത് എന്താണ് CPMന്റെ അവസ്ഥ എന്ന് വ്യക്തമാക്കുന്നതാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ എത്ര പേരുണ്ടായിരുന്നു CPMന്, ഇപ്പൊ എത്ര പേരുണ്ട്? അപ്പൊ അതുകൊണ്ട് വലിയ അവകാശവാദങ്ങളും വീരവാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് അവനവന്റെ അവസ്ഥ എന്താണെന്ന് കൂടി ആലോചിക്കണം. ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയങ്ങളോ ഇത്രയും വലിയ വ്യാപകമായി ഭാരതത്തിൽ ഉടനീളം പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആ ആശയങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ എന്ന് തന്നെയാണ് അതിശയം, അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ജനക്ഷേമപരമായ പദ്ധതികൾ എല്ലാം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഫലങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 41-9 നിന്നും താഴെ 31-ലേക്കും 32-ലേക്കും ഒക്കെ എത്തുന്ന അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് CPMനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 48% വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം CPMന് ഉണ്ടായിരുന്നത്. കേവലം 1.5% വോട്ടാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് CPMനെ കൊണ്ടുവന്ന് ചെന്നെത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിജയം തന്നെയാണ്. അതിനെ ഒട്ടും കുറച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോഴും ശ്രീ ശ്രീലാൽ, ഇപ്പോൾ ത്രിപുരയിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് കണക്കുകൾ ഇങ്ങനെയാണ്. 31 CPIM മുന്നിട്ട് നിൽക്കുന്നു, BJP മുന്നിട്ട് നിൽക്കുന്നത് 24 സീറ്റുകളിലാണ്. മേഘാലയയിലാണെങ്കിൽ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 20 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ BJP 4 മാത്രമാണ് മുന്നിലുള്ളത്, ലീഡ് ചെയ്യുന്നത്. NPP 8 സീറ്റുകളിലും NCP ഒരിടത്തുമില്ല, ലീഡ് ചെയ്യുകയാണ്. നാഗാലാൻഡിലാണെങ്കിൽ തന്നെയും BJPക്ക് അനുകൂലമല്ല സ്ഥിതി. NPF ആണ് മുന്നിട്ട് നിൽക്കുന്നത് 28 സീറ്റുകളിൽ. NDPP BJP സഖ്യം 23 സീറ്റുകളിൽ മാത്രമാണ് നിൽക്കുന്നത്. ശ്രീലാല്, ഇത് പൊതുവിൽ പൊതു തെരഞ്ഞെടുപ്പ് തന്നെയും നേരത്തെയാക്കാം എന്ന ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ BJPയുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ BJPയുടെ വലിയ ശക്തിയുണ്ടെന്ന് പറയാവുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അവർ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതിനുള്ള തെളിവായിട്ട് ത്രിപുര അടക്കമുള്ള ഈ സംസ്ഥാനങ്ങളിലെ വിധിയെ കാണാൻ സാധിക്കുമോ ഇപ്പോൾ? സനീഷ്, ത്രിപുരയിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്കായി എങ്കിലും ഈ 3 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രകടമായില്ല. അതായത് ത്രിപുരയിൽ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ത്രിപുരയിലെ സർക്കാരിനെ അടിമുടി എടുത്തു കളയുന്ന രീതിയിലുള്ള, അടിമുടി പുറത്താക്കുന്ന രീതിയിലുള്ള, CPMനെ പുറത്താക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മേഘാലയയിലെ കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാഗാലാൻഡിൽ നാഗാ പീപ്പിൾസ് ഫ്രണ്ടിനെ ഒറ്റയടിക്ക് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു വിധി അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്
എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടിയും പ്രധാനമന്ത്രിയെ നയിക്കുന്ന BJP തമ്മിലായിരുന്നു പോരാട്ടം എന്നുകൂടി പറയുമ്പോഴാണ് സനീഷ് ഇപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. തീർച്ചയായും സർക്കാർ വിരുദ്ധ തരംഗം ഈ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ അത് മുതലെടുക്കാൻ BJPക്ക് ആയിട്ടില്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായുള്ള നേതാക്കൾ എത്തി പ്രചാരണം നടത്തി എന്നുള്ളതുകൊണ്ട് തന്നെ ആകണം ഒരു പക്ഷേ. അങ്ങനെയെങ്കിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുക തുടങ്ങിയ ആലോചനകൾ ഒരു പക്ഷേ BJP ഒന്നുകൂടി ആ കാര്യത്തിൽ മനസ്സിരുത്തി ചിന്തിക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. വലിയ തോതിൽ നാഗാലാൻഡിൽ അധികാരം പിടിക്കാനുള്ള വലിയ ആലോചനകളുടെ ഭാഗമായിട്ടാണ് ഭരണകക്ഷിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുകയും പുതിയ NDPP-യുമായുള്ള സഖ്യം ഉണ്ടാക്കുകയും ചെയ്തത്. പക്ഷേ അവിടെ നാഗാ പീപ്പിൾസ് ഫ്രണ്ട് ഇപ്പോൾ മുന്നിലാണ്. 29 സീറ്റുകളോളം അവരിൽ ലീഡ് ചെയ്യുന്നു. 2 സീറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ മുന്നിൽ കാണണം. മേഘാലയയിൽ കോൺഗ്രസിനെ പുറത്താക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ BJP ഇപ്പോൾ വെറും 5 സീറ്റുകളിൽ മാത്രം ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് 20 സീറ്റുകളിലേക്ക് അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ത്രിപുരയിലെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും ത്രിപുരയിൽ നിന്നും മണിക് സർക്കാരിനെ തുടച്ചു നീക്കാനുള്ള ഒരു അല്ലെങ്കിൽ മണിക് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ BJPക്ക് ആയിട്ടില്ല. തീർച്ചയായും അത് കേന്ദ്ര സർക്കാരും ആ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള പോരാട്ടത്തിൽ ആ സംസ്ഥാന സർക്കാരുകളെ തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ അടച്ചു പുറത്താക്കാനുള്ള ഒരു ശക്തി BJP കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അത് വിലയിരുത്തേണ്ട കാര്യം തന്നെയാണ്. ആ ഞാൻ തിരിച്ചു വരാം ശ്രീലാൽ താങ്കളിലേക്ക്. ശ്രീ MP രാജേഷ് 24 ഞാൻ തിരിച്ചു വരാം ശ്രീലാൽ താങ്കളിലേക്ക്. ശ്രീ MP രാജേഷ് 24-31 എന്നതാണ് ഇപ്പോൾ ത്രിപുരയിലെ നില. ഈ ആദിവാസികളും ബംഗാളികളും എന്ന് വെച്ചാൽ പരസ്പരം മുഖാമുഖം നിർത്താവുന്ന 2 ആയിട്ട് വിഭജിക്കാവുന്ന ജനവിഭാഗമുള്ളവരുടേതാണ് ത്രിപുര. ആ നിലക്ക് അതിൽ നിന്ന് മാറിയിട്ട് ഇരു വിഭാഗങ്ങളിലും ഒരേപോലെ സ്വാധീനമുള്ളൊരു പാർട്ടിയായിട്ട് ഭരണസംഘമായിട്ട് CPM ഭരിച്ചു മുന്നേറുമ്പോൾ ഇരു പാർട്ടികൾക്കിടയിലും അതുപോലെ തന്നെ ഇരു വിഭാഗങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഒരു സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. IPFT-യുമായിട്ടുള്ള ബന്ധമുണ്ടാക്കലൊക്കെ അങ്ങനെയാണ്. പക്ഷേ ആ തരത്തിലുള്ള വിഭജിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പരസ്പരം നിർത്തി മുഖാമുഖം നിർത്തിയിട്ടും പരസ്പരം നിർത്തിയിട്ടും മാറി മാറി കണ്ടും അതിനെ വോട്ടായിട്ടെടുക്കാം എന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിശദീകരിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ BJP-യുടേത് അവിടെ നടന്നിട്ടില്ല എന്ന് വിലയിരുത്താവുന്ന സാഹചര്യം ഇപ്പോഴായിട്ടുണ്ടോ? അങ്ങനെ കൂടെ കണ്ടാൽ ആ നിലക്ക് ഉള്ള BJP-യുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്ന ആളുകളല്ല ത്രിപുരയിലെ ജനത എന്ന് അവകാശപ്പെടാവുന്ന സാഹചര്യമുണ്ടോ? ഫലം പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. മാത്രമല്ല വിവിധ മേഖലകൾ തിരിച്ച് ആദിവാസി ഗിരിവർഗ മേഖല, ബംഗാളി ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള മേഖല, അത്തരം കാര്യങ്ങളൊക്കെ ഒരു സൂക്ഷ്മ വിശകലനത്തിന് ശേഷം നമുക്ക് കൂടുതലുള്ള നിരീക്ഷണങ്ങൾ നടത്താനാവും. പക്ഷെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ത്രിപുര ഒരു 25 കൊല്ലം മുമ്പുള്ള അവസ്ഥ, പ്രത്യേകിച്ച് ത്രിപുരയിൽ ഉണ്ടായിരുന്ന വംശീയമായിട്ടുള്ള കലാപത്തിന്റെ ഹിംസയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാത്തവരാണ് ഇപ്പൊ ഞങ്ങളെല്ലാം വന്നങ്ങ് പിടിച്ചു കളയാം എന്നൊക്കെ പറയുന്നത്. അവരോട് നമുക്ക് സഹതാപം മാത്രമേ പറയാനുള്ളൂ. കാര്യങ്ങളൊന്നും പഠിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായിരുന്നു ത്രിപുരയുടെ അവസ്ഥ? ഈ ഗോത്രവർഗ തീവ്രവാദ സംഘടന IPFT അതിനായിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. ത്രിപുര ഈ തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്നാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, പ്രത്യേക സൈനികാധികാര നിയമം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മറ്റു പലയിടത്തും ഇത്തരം തീവ്രവാദ സംഘടനകൾ നടത്തിയ ഹിംസയുടെ ഫലമായി ആക്രമണങ്ങളുടെ ഫലമായി നടപ്പാക്കി ത്രിപുരയിലും നടപ്പാക്കേണ്ടി വന്നു. എന്നാൽ അവിടെ മണിക് സർക്കാരിന്റെ ആദ്യം ദശരഥ് ദേവിന്റെയും പിന്നെ മണിക് സർക്കാരിന്റെയും അതിനു മുമ്പ് ധവൻ ചക്രവർത്തിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് CPIM ഗവൺമെന്റ് ചെയ്തത് ഈ ഗിരിവർഗ ജനതയെ, ഗോത്രവർഗ ജനതയെ വിശ്വാസത്തിലെടുക്കുക എന്നതാണ്. അങ്ങനെ ഈ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുകയും ബംഗാളി ഗോത്രവർഗ ജനതകൾ തമ്മിലുണ്ടായിരുന്ന അകൽച്ചയും ശത്രുതയും ഇല്ലാതാക്കുകയും ത്രിപുരയെ സമാധാനത്തിന്റെ പാതയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്, മനസ്സിലാക്കുന്നത് നല്ലതാണ്, കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ്, BJP-ക്കാരായാലും ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രത്യേക സൈനികാധികാര നിയമം നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ആദ്യം പിൻവലിക്കാൻ കഴിഞ്ഞത് ത്രിപുരയിലാണ്. മറ്റെവിടെയും പിൻവലിച്ചിട്ടില്ലെന്ന് ആലോചിക്കണം. ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ പിൻവലിക്കാവുന്ന കേന്ദ്ര സർക്കാരിന് തന്നെ അത് ബോധ്യം വന്നു. പിൻവലിക്കാവുന്ന സമാധാന അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവന്നു എന്നത് CPIM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും മഹത്തായ നേട്ടമാണ്.
അതിനെ തകർക്കുകയാണ് ഈ IPFT എന്ന തീവ്രവാദ സംഘടനയുമായി താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുകൂടുക വഴി തകർക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് BJP ശ്രമിച്ചത്. അതാണ് എല്ലാവരും ഇവര് സംഘത്തിന്റെ പ്രത്യയശാസ്ത്രം. എന്ത് വലിയ പ്രത്യയശാസ്ത്രമാണിത്? ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നല്ലാതെ മതത്തിന്റെ പക്ഷേ ശ്രീ MP രാജേഷ്, ഇതിപ്പോൾ 29-25 എന്ന നിലക്കാണുള്ളത്. CPM ഇടതുമുന്നണി 29 സീറ്റുകൾ മുന്നോട്ട് നിൽക്കുന്നു, BJP 25 എടുത്ത്. ഭരണം എന്തായാലും CPM കിട്ടും എന്ന ഒരു മുൻവിധിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ തന്നെയും അവിടെ ഇപ്പറയുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും, ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി BJP എന്നത് ഇപ്പോഴല്ലെങ്കിൽ വരും കാലത്ത് അടുത്ത തവണയെങ്കിലും ത്രിപുര BJPയുടെ കയ്യിൽ ഇരിക്കും എന്നത് തള്ളിക്കളയാവുന്ന കാര്യമാണോ? BJPയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ത്രിപുരയിൽ അവര് മണിക് സർക്കാർ ഗവൺമെന്റിനെ തുടച്ചു നീക്കാൻ ശ്രമം നടത്തിയത്. മോദി നേരിട്ട് എത്രയോ തവണ ത്രിപുരയിൽ പോവുകയുണ്ടായി. അവരുടെ ഏറ്റവും പ്രധാന ടാർഗറ്റ് മോഡി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ തുടച്ചു നീക്കലാണ് എന്ന് മോഡി തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. കേന്ദ്ര അധികാരത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഉള്ള ഈ സമയത്ത് അത് സാധ്യമായില്ലെങ്കിൽ ഇനി ഇതിനപ്പുറമൊന്നും BJPക്ക് അവിടെ ചെയ്യാനില്ല. തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയാണ്. ഞങ്ങൾ വെല്ലുവിളിയല്ല എന്ന് പറയുന്നില്ല, ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പം നേരിട്ടത്. ആ BJP അവിടെ ഒരു ശക്തമായ സാന്നിധ്യമായി വരുന്നു എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്ന സന്ദർഭം ഇതായിരുന്നു. ഇതിനെ ഇപ്പോൾ അതിജീവിച്ചാൽ ഭാവിയിൽ അത് അതിജീവിക്കുക എന്നത് കുറെ കൂടി എളുപ്പമായിരിക്കും, താരതമ്യേന എളുപ്പമായിരിക്കും. അതാണ് നില. ഇപ്പോൾ 25 സീറ്റുകളിലാണ് BJP ത്രിപുരയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 29 CPIM സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. CPIM-ന്റെ മുന്നേറ്റമാണ് ആ സംസ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ കാണാനാകുന്നത് എങ്കിൽ തന്നെയും CPIM-ന് തിരിച്ചടി ഉണ്ടായിട്ടില്ല. തിരിച്ചടി എന്ന് വെച്ചാൽ ആ തരത്തിലുള്ള വലിയ പിന്നോട്ട് പോക്കുണ്ടായിട്ടില്ല എന്നിപ്പോൾ പറയാവുന്ന സാഹചര്യമുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ സീറ്റ് നില വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നോട്ട് തന്നെയാണ്. എങ്കിൽ തന്നെയും സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ അവർക്ക് ക്ഷീണമുണ്ടായിട്ടില്ല എന്ന് പറയാമെങ്കിൽ തന്നെയും ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ തന്നെ, അല്ലെങ്കിൽ അവർ തമ്മിൽ പോരാടി തന്നെയാണ് മുന്നേറുന്നത് എന്ന് പറയാവുന്ന സാഹചര്യമാണ് ത്രിപുരയിലുള്ളത്. പക്ഷേ BJPയുടെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. BJPയുടെ മുന്നേറ്റമാണ് ത്രിപുരയിലും 3 സംസ്ഥാനങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാവുന്ന രാഷ്ട്രീയ നില ഇപ്പോഴില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 25 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു, 29 CPIM സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. മേഘാലയയിൽ കോൺഗ്രസ് 19, BJP 5 മാത്രം. നാഗാലാൻഡിൽ NPF 29, NDPP BJP സഖ്യം 20 സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. BJPക്ക് പൂർണ്ണമായ സന്തോഷം പകരുന്ന വിധിയാണ് വരുന്നത് എന്ന് പറയാനാവുകയില്ല. എന്നാൽ CPM-നൊക്കെ ആശ്വാസം നൽകുന്ന വിധി ത്രിപുരയിൽ നിന്ന് ഉണ്ട് താനും.